അതാ കിടക്കണ. ഓ കണ്ട ആളെ കണ്ട്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് രാവിലെ ഞാൻ ബെഡിൽ കിടന്നുകൊണ്ടൊക്കെ ഉണ്ടല്ലോ, അമ്മ അപ്പുറത്ത് വിറക് കെട്ടുണ്ടായിരുന്നു. വിറക് കെട്ടുന്ന ഇടയിൽ അമ്മ ഇങ്ങനെ പറയണ്ടേ, പൂച്ചുള്ളു കുടുങ്ങിയെന്ന്. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു, പൂച്ച വിറകിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് തോന്നണേ. വിറകിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെ ഒച്ചയൊക്കെയുണ്ട്, പൂച്ചക്കുട്ടി കുടുങ്ങിയ പോലെ ഒച്ചയൊക്കെയുണ്ട്. മഞ്ഞ കളറുകളുണ്ട്, പിന്നെ മഞ്ഞയും വെള്ളയും മിക്സ് ആയിട്ടുള്ള ഒരു കളറുള്ള പൂച്ചക്കുട്ടി ഉണ്ട്. മഞ്ഞയും വെള്ളയും കളറായിട്ടുള്ള പൂച്ചക്കുട്ടി അവിടെ തന്നെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞ പൂച്ചക്കുട്ടിയാണ് അവിടെ കുടുങ്ങിയത് എന്താണെന്ന് അറിയില്ല. അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. മഞ്ഞ പൂച്ചക്കുട്ടീനെ കണ്ടിട്ടുമില്ല. വിറകിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പൂച്ചക്കുട്ടി ചത്തു കൂട്ടോ. എന്തായാലും ആ വിറകിൻ്റെ ഉള്ളിലൊക്കെ കൈ ഇട്ടിട്ട് ആ പൂച്ചക്കുട്ടീനെ എങ്ങനെയൊക്കെ എടുക്കണം നമുക്ക്. നല്ല കളർ കണ്ടിട്ട് ഈ ഷർട്ട് എടുക്കാം. ഈ ഷർട്ടിൻ്റെ ഈ ഭാഗം കീറി കിടക്കും. ഈ ഷർട്ടിൻ്റെ കളറും പിന്നെ ഈ കളർ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഷർട്ട് എടുക്കാം. എന്ത് വലിയ ഓട്ടോ നോക്ക്. പക്ഷെ എൻ്റെ മോനെ ഇത് എന്ത് നല്ല കളറുള്ള ഷർട്ട് നോക്കി എടുത്താ. അതാണെങ്കിലോ ഈ ഭാഗം കീറി കിടക്കും. ആകെ 2-3 ഷർട്ട് ഉണ്ട്. അമ്മ ആ പൂച്ചക്കുട്ടി വന്നോ? ഓറഞ്ച് നോക്കാം. അത് അവന് കൊണ്ടേക്കോട്ടെ. അമ്മ കൊണ്ടുപോവാ. ഞാൻ ഒരു 3 എടുക്കുള്ളൂ. ഞാൻ ഇന്നലെയും കൂടി നോക്കിയിട്ടുള്ളൂ പൈത്തോന്ന്. അമ്മ ഇന്നലെ നോക്കിയാൽ ഫുള്ള് പച്ചയായിരുന്നു. രാജ നോക്കിയപ്പോ രാജ ഞാൻ നോക്കിയില്ല. മധുരം ഉണ്ടില്ല അമ്മ? മധുരം ഉണ്ടില്ല? നല്ല മധുരം ഉണ്ടോ? ചെറുപഴം ഇവിടുന്ന് കിട്ടിയത്. ആ സൈക്കിളിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. അല്ലമ്മ ആ പൂച്ചക്കുട്ടി എങ്ങനെ എടുക്കും? വിറക് വലിച്ചിടാനോ? എന്നിട്ട് അമ്മയല്ലേ പറഞ്ഞൊരു കറുത്ത പൂച്ചക്കുട്ടിയാണ്. പിന്നെ അമ്മയല്ലേ അമ്മ പറഞ്ഞേ? അമ്മ രാവിലെ പറഞ്ഞ് കറുത്ത പൂച്ചക്കുട്ടീനെ കണ്ടെന്ന്. ഞാനപ്പൊ തന്നെ തിരുത്തല്ലോ, കറുത്ത പൂച്ചക്കുട്ടിയൊന്നും ഇല്ലാന്ന്. പഴം തിന്നു. ഇപ്പൊ നല്ല സുഖമുണ്ട്. നല്ല ദഹനം അങ്ങോട്ട് നടന്നോളും. എന്ത് പോവാത്ത സാധനം വേഗം അങ്ങോട്ട് പോയിക്കോളൂ. ചെറുപഴക്കുന്നാല് ചെറുതായിട്ട് താടി ചെറുതായിട്ട് വരുന്നുണ്ട്. മീശൻ ചെറുതായിട്ട് കുട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചെറിയ ട്രിമ്മർ കൊണ്ടുപോകണം കാട്ടി മുന്നേ ഞാൻ എന്തായാലും 2-3 താടിയും മുടിയൊക്കെ വലിച്ചു ചേർത്തെ. താടി മുടിയല്ല, മീശ ആദ്യം പറയാനോ മീശയൊന്നും ഇല്ല. എന്നാലും അപ്പൊ ചെറിയ ട്രിമ്മർ കൊണ്ടുപോകണ്ടോ? താടി മീശ വരുമ്പോ ഉണ്ടല്ലോ ഒരുമാതിരിയാണ് ഒരുമാതിരിയാണ്. കറുത്ത കളറിങ്ങനെ വരുമ്പോ ഷേവ് ചെയ്യുമ്പോ വളരുമ്പോൾ ഒരുമാതിരി തന്നെ ചൊറിയടിച്ചോലും ഇങ്ങനെ ഒരു ഭാഗത്ത് വരില്ല, അങ്ങനെ ആയിട്ട് വളരും. അപ്പോൾ ഇതാണെങ്കിൽ അല്ല ഒരു ലെവലിൽ അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം. ഏതാ ഐഡിയ? താടി അടിക്കണ്ടോ? താടി മീശ അങ്ങനെ എന്തായാലും ഓൾറെഡി ഇവിടെ വട്ടിച്ച് വെച്ചിരിക്കണം. എവിടെ പൂച്ച? മഞ്ഞപ്പൂച്ച മാത്രം ഇവിടെ കാണുന്നുള്ളൂ. എടുത്ത് കളിക്കുന്നതാണ്. വ്ളോഗല്ല അമ്മ, വ്ളോഗ് ഒക്കെ വലിച്ചു തരണോ? ഈ വർക്ക് പൈനാണ്ട് മാറ്റാം. അല്ലേലും ഈ പൂച്ചക്കുട്ടി എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു? ഇപ്പോഴേ ഞാൻ പറഞ്ഞു പൂച്ചക്കുട്ടി ഇവിടെ ഉണ്ടാവൂല. പൂച്ചക്കുട്ടി ചിലപ്പോൾ ആ മൂലയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് കടന്നുറങ്ങിയിരിക്കുന്നത്. ഇത് അമ്മ കേൾക്കണ്ട. എന്നിട്ട് അമ്മ ഈ വിറക് വല്ലതും വലിച്ചിട്ടിട്ട് ഇനിയിപ്പോ ഞാൻ വിറക് എടുത്തേക്കണെന്ന് വല്ല വലിച്ചിട്ടിട്ടേ ഇനിയിപ്പോ ഞാൻ എടുത്തോ. ഞാൻ പറഞ്ഞ പൂച്ച ഈ ഭാഗത്തേക്കൊന്നും കയറൂലെന്ന് ഞാൻ പറഞ്ഞ. അമ്മ കേൾക്കണില്ല. എന്താ അത്?
വെയിലത്ത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇറങ്ങി വരികയാണെങ്കിൽ ഇനി ഞാൻ വിറക് വലിച്ചിട്ട് അമ്മ എടുത്തേക്കാം. ഇതിപ്പോ എവിടെയൊക്കെ വെച്ചെന്ന് ഒരു ഓർമ്മ കിട്ടില്ല. ഈ ചൂടത്ത് അമ്പോ സൂര്യന് കുത്തിന ചൂടാണല്ലോ. ഇവിടെ എന്തോ അനക്കുണ്ട് ഇവിടെ. ഹലോ, ഇവിടെ എന്തോ ഒരു അനക്കം കേട്ട് ഞാന്. പൂച്ച അങ്ങോട്ട് കയറി പോയിട്ടുണ്ടെങ്കിൽ പൂച്ചയ്ക്ക് ഇറങ്ങാനുള്ള വഴി പൂച്ച കണ്ടെത്തിയിട്ടുണ്ടാവും. ഇവിടെ എന്തോ അനക്കം കേട്ട് പൂച്ചയുടെ സൗണ്ട് കേൾക്കണ്ടേ. പൂച്ച എവിടെ? ഇതാ ആ പൂച്ച നോക്കിയേക്കണം. ഹേയ്, എവിടെ? ഒന്നുകൂടി എവിടെയോ കാര്യമായിട്ട് അതാ കിടക്കണ. അതാ കണ്ട ആളെ കണ്ട്. അതാ, അയ്യോ അമ്മ ഇങ്ങോട്ട് വാ. അതാ കിടക്കണേ, കണ്ട് അല്ലേ. കിട്ടി. ഇതമ്മ എവിടെ? ബാ ഇങ്ങോട്ടോ. മെല്ലെ. തന്നെ പാവം. അങ്ങനെ തന്നെ. വാ. എന്താ, യുവർ മമ്മി ഹീസ് ഹിയർ. ഇങ്ങോട്ടോ. അതന്നെ നല്ല കുട്ടി. ഇനി ഓരോ പൊത്തിനുള്ളിലേക്ക് ഇങ്ങനെ കയറി പോയിക്കോ. ഇങ്ങോട്ട് വാങ്ങട്ടെ. ഈ പൊത്തിനുള്ളിലേക്കൊന്നും കയറി പോകണ്ട. ഇതൊക്കെ മോളോ അങ്ങ് തെറ്റി നിൽക്കണ്ട. നോക്ക്, ആളെ കിട്ടി. കണ്ടോ, ആളെ കിട്ടിയതാ. ഇങ്ങോട്ട് നോക്ക്, ഇതാളെ കിട്ടി. ജസ്റ്റ് ഞാൻ കണ്ട എന്തായി പാവം. അവിടെ ഇറങ്ങി കിടക്കണ്ടായിരുന്നു. ഡേയ്, ഇനി ഇങ്ങോട്ട് കയറി പോണ്. ഇങ്ങോട്ട് വാങ്ങട്ട്. ഓൾറൈറ്റ്, മോള് ഹാപ്പി ആയി മോളു? അയ്യോ, അങ്ങനെ സാധനത്തിന് കിട്ടി ഗൈസ്. ഫൈനലി സാധനത്തിന് കിട്ടി. അങ്ങോട്ട് നോക്കട്ടെ. കണ്ടോ, ഈ സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുടുങ്ങിപ്പോയത്. അവിടെ കിടക്കുന്ന കാണും. ഞാൻ വെച്ച് അപ്പോൾ തന്നെ ആള് വടിയായി ഉണ്ടാവുന്നു. എന്തിനാ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി? ഞാനേ വെറുതെ അടുക്കളയിലേക്ക് വന്നാ കേട്ടോ. അപ്പോൾ ഉണ്ട് പൂച്ചക്കുട്ടി കരയുന്ന സൗണ്ട് കേൾക്കണേ. മറ്റേ ആദ്യം എടുത്തൊരു കളറുള്ള പൂച്ചക്കുട്ടിയില്ലേ, ഇത് മഞ്ഞയും വെള്ളയും കളറുള്ള പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, അകത്ത് അടുക്കളയിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഉണ്ട് വേറെ പൂച്ചക്കുട്ടി കരയുന്ന ഒച്ചയായിട്ട് ഞാൻ. എന്നിട്ട് വേഗം പോയി നോക്കിയപ്പോൾ ഉണ്ട് കണ്ടത്. പോയി നോക്കിയപ്പോൾ കണ്ടത്. അപ്പത്തേക്ക് ഞാൻ അടിച്ച് വലിച്ചങ്ങോട്ട് എടുത്ത നമ്മള്. അത്ര നേരം നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. പൂച്ചേന്റെ കളറും വിറകിന്റെ കളറും ഒരേപോലെ ഇരുന്നുകൊണ്ട് കാണാട്ടെ. ഉച്ചയ്ക്ക് രാത്രി നീർ മൂടി ഇരിക്കാനും കിടക്കാനും ഒന്നിനും പറ്റൂല. നന്ദും അനുണ്ട് ഹാളിൽ ഫാൻ പോലും ഇടാതെ മൊബൈൽ കളിച്ചിരിക്കണം. ഈ കോലർ റൂമൊക്കെ വന്നിട്ട് ഈ ജനലാണ് തുറന്ന് വെച്ചിട്ട് പോയി. ഈ ജനല് തുറന്ന് വെച്ചിട്ട് ഇവിടെ ഈ ഭാഗത്തൊരു കസാര ഇടുക, എന്നിട്ട് ഇവിടെ ചാർജ് കുത്തിയേക്കുക, എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ ഇവിടെ നിന്ന് നടത്താം. ഇന്ന് രാത്രി എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മൊബൈലിലാണെങ്കിൽ തീരെ ചാർജ് ഇല്ല. കാർമേഘം മൂടിയിട്ട് ഇടിമിന്നലൊക്കെ കുറച്ച് കൂടുതൽ വരാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ കറണ്ട് അങ്ങോട്ട് കട്ടായിപ്പോയി. കറണ്ടില്ല വീട്ടിൽ. അത് വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ട് ചാർജാക്കി 1% വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഈ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ രാത്രി വ്ളോഗ് എടുക്കാനും പറ്റില്ല, പിന്നെ പിറ്റേ ദിവസം എടുക്കേണ്ടി വരും, എഡിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.